നാം ഭക്ഷിക്കുമ്പോൾ ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിനകത്ത് ചെല്ലുകയും ആ ഭക്ഷണം ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത എന്തെങ്കിലും നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം നിങ്ങളുടെ ശരീരത്തിനകത്ത് ചെല്ലുകയും അത് രണ്ട് തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും. ഒന്നുകിൽ ആ ഭക്ഷണത്തെ നിങ്ങളുടെ ശരീരം ദഹിപ്പിച്ച് നിങ്ങളുടെ ശരീരത്തിന് വിഷാംശത്തെ പ്രദാനം ചെയ്യും, അല്ലെങ്കിൽ ആ ഭക്ഷണത്തെ നിങ്ങളുടെ ശരീരത്തിന് ദഹിപ്പിക്കുവാനാകാതെ അത് നിങ്ങളുടെ ശരീരത്തിന് സ്തംഭനത്തെ പ്രദാനം ചെയ്യും. ഇതുപോലെ നാം നമ്മുടെ ശരീരത്തിന് ഭക്ഷണം നൽകുന്നത് പോലെ നാം നമ്മുടെ മനസ്സിനും ഭക്ഷണം നൽകുന്നുണ്ട്. നമ്മുടെ മനസ്സിനുള്ള ഭക്ഷണം നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ കണ്ണുകളിലൂടെയും കാതുകളിലൂടെയുമാണ്. അതായത് നാം നിത്യവും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിനുള്ള ഭക്ഷണമായി പരിണമിക്കുന്നുണ്ട്. അതിനാൽ നാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്തെന്നോ, നമ്മുടെ